ഹൈവേ എന്ന് വരുന്ന വെള്ളമാണ്. നിങ്ങൾ കണ്ടാണ് അവസ്ഥ, ഒരു വീടിൻ്റെ അവസ്ഥയാണിത്. ഇത് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും പ്രയാസം. എന്തെല്ലാം വള്ളിച്ചാതികളൊക്കെ ഇതിലൂടെ വരുന്നവരോ ഈ വെള്ളത്തിലൂടെയൊക്കെ. അത്ര ഏത് ഫോഴ്സിലാണ് ഇവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ദുരിതത്തിലാണ് ഈ വീട്ടുകാരുടെ അവസ്ഥ. ഇനി ഇതിന് താഴേക്ക് ഒരുപാട് വീടുകളുണ്ട്. ഇവരുടെ കിണറുകൾ പിന്നെ മലിനജലം കൊണ്ട് ആകെ അശുദ്ധമാണ് ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഈ ബാബുവിനൊന്ന് വിളിച്ചാളാ, നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയാം. ഇല്ല വെള്ളമാണ്. ഒരു വീടിൻ്റെ മുറ്റാണത്, വീടിൻ്റെ മുറ്റം. നാഷണൽ ഹൈവേൻ്റെ പിന്നെ കൾവേട്ടിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളമാണ്. വെള്ളത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണത്. ഇത് കണ്ടാണ് നിങ്ങൾ, ഒരു തറൻ്റെ പകുതിയിലേറെ വെള്ളത്തിൽ. ഇത് കണ്ടോ, മുട്ടിന് വെള്ളമാണ്, മുട്ടിന്. ഇതാണ് സാഹചര്യം, ഒരു വീടിൻ്റെ അവസ്ഥയാണ്. ഇങ്ങനെ വെള്ളത്തിൻ്റെ ഫോഴ്സ് മറ്റൊരു വീടാണിത്, മറ്റൊരു വീടിൻ്റെ മുറ്റാണിത് ഈ കാണുന്നത്. ഇത്രയും വെള്ളം ഹൈവേ നിന്ന് ഒഴുകി വരികയാണ്. വെള്ളച്ചാട്ടം പോലത്തെ അവസ്ഥയാണ്. ഡേഞ്ചറായിട്ടുള്ള അവസ്ഥ. കിണറുകൾ പോലും മലിനാണ്. ഈ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സെപ്റ്റിക് ടാങ്കുകളൊക്കെ അവസ്ഥ ഇവിടെ വളരെ ദുരിതമാണ്. കാരണം ഈ വെള്ളമാണ് പിന്നെ കിണറുകളിലേക്കൊക്കെ ഒഴുകുക. എന്നിട്ട് മലിനമായിട്ടുള്ള ജലം കുടിക്കേണ്ട ഒരവസ്ഥ ഈ ഒരു വിഷയം കൊണ്ട് വരികയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരു വീടിൻ്റെ അടുക്കള ഭാഗമാണ്. ഇത്രയും കാലം ഇല്ലാത്തൊരു വിഷയമാണ് ഇപ്പോൾ. കഴിഞ്ഞ വർഷം ഇത് ഉണ്ടായി, ഇപ്പോൾ ഈ വർഷം അതിലും ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. കഴിഞ്ഞ വർഷത്തിലും ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പിന്നെ ഈ ഹൈവേ പണി നടന്നതിന് ശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഒരു വെള്ളം വരുന്നൊരു സാഹചര്യമൊന്നും ഈ പ്രദേശത്തുകാർ അനുഭവിച്ചിട്ടില്ല. മഴക്കാലത്ത് വെള്ളം ഉണ്ടാവാറുണ്ടെങ്കിൽ കൂടി ഇത്രയേറെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ, ഈ ഒരു സാഹചര്യം. ഇത് വീടുകൾക്ക് ഭീഷണിയാണ്. വീടുകളുടെ ബലക്ഷയം വരെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇതിനൊക്കെ ആരാണ് സമാധാനം പറയാമെന്ന് അറിയില്ല. ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തുകൾക്കൊക്കെ വിവരങ്ങളൊക്കെ എത്തിച്ചതാണ്. ഹൈവേ അതോറിറ്റി ഈ വിഷയങ്ങളിലൊക്കെ ഒരു നിസ്സംഗത പാലിക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഒരു ദുരിതാവസ്ഥക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ആരെങ്കിലും കാണുമെന്ന വിശ്വാസത്തോടെ നിർത്തുകയാണ്. കാണുന്നുണ്ടല്ലോ, ഇത് കണ്ടോ, ഞങ്ങൾ വഴിയാണിത്, റോഡിൻ്റെ വഴിയാണ്, പ്രൈവറ്റ് വഴിയാണ്. ഈ വെള്ളം ഫുള്ള് ഹൈവേന്ന് വന്നുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്, അതിഭീകരമായ വെള്ളമാണ്. ഞാൻ ഈ രാത്രി തന്നെ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ മഴ, ഇക്കൊല്ലത്തിൽ മഴ പിന്നെ ഉണ്ടായതുകൊണ്ടാണ്. നല്ല വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈവേയിലെ വെള്ളത്തിൻ്റെ പവറാണ് ഈ കാണുന്നത്. അതിൻ്റെ പുറമെ റോട്ടിലൂടെ ഒലിച്ചു തരുന്ന വെള്ളത്തിൻ്റെ സ്പീഡാണിത്. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ വെള്ളം വരുന്ന രൂപം കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതാണ്, ഇതിപ്പോൾ റോട്ടിലൂടെ മാത്രം ഒഴുകുന്നതാണ്. ഇനി നമ്മളെ പറമ്പിലൂടെയും വഴി പിന്നെ ഹൈവേന്ന് വരുന്ന വെള്ളമാണ്. വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് കാണാം. ഇതിപ്പോൾ അത് റോട്ടിലൂടെ വരുന്ന വെള്ളമാണ്. ആ വെള്ളം ഇങ്ങനെ താഴേക്ക് പാടത്തേക്ക് ഒഴുകി പോകും. ഇനി ഇവിടെയുള്ള തട്ട് ഭൂമി, കൾവേട്ടിലൂടെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, ഹൈവേയിലെ കൾവേട്ടിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ തട്ട് ഭൂമിയിലൂടെ ഞങ്ങളെ പ്രദേശത്തേക്ക് വരുന്നതിൻ്റെ ഒരു പൂർണ്ണ രൂപം കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ഭീകരമായ അവസ്ഥയാണ് ഇപ്പോഴത്തെ ഉള്ളത്. കാണുന്നുണ്ടല്ലോ, ഇക്കാലത്തിലാണ് അതിശക്തമായ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് പിന്നെ നമ്മളെ ഈ ഇവിടെയുള്ള താഴെയുള്ള വീടുകളിലെ ദുരിതത്തിലാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഈ സാധുക്കളായിട്ടുള്ള വീട്ടുകാരെ എല്ലാവരുടെയും മുറ്റത്താണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അതിഭീകരമായിട്ടുള്ളൊരു അവസ്ഥ.
ഇത് ഞാൻ അല്പം മഴ ഒരു അല്പം കുറവുണ്ടായപ്പോൾ വന്നുകൊണ്ട് എടുത്ത വീഡിയോ ആണ്. ഇതിലേറെ വെള്ളമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ ഭീകരമാണ്. ഇതിലേറെ ഭീകരം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇതിൻ്റെ ഒരു സാഹചര്യം. അതിഭീകരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമാവും വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലൊക്കെ വീടുകളുടെ ഗതി എന്താവും? നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ പണിയാണിത്.